നാളെ തൃശ്ശൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നു. പക്ഷേ ഇത്തവണ നരേന്ദ്രമോദിയുടെ വരവിന് ഒരു പ്രത്യേകത ഉണ്ട്. കാരണം BJP-ക്കാർ വളരെ ശക്തമായി തന്നെ അതിനുള്ള ഒരു പ്രചരണവും അല്ലെങ്കിൽ അതിന് മുന്നൊരുക്കങ്ങളും തൃശ്ശൂരിൽ നടത്തുന്നതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും അതിൻ്റെ ഒരു പ്രതിഫലനം കാണുവാനുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഈ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സർക്കാർ അടിയന്തരമായി ഇടപെടുകയും ആ വിഷയങ്ങൾ അപ്പാടെ അവസാനിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. കാരണം ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ വിഷയം നരേന്ദ്രമോദിയെ അറിയിക്കും, അദ്ദേഹം അതിനൊരു പരിഹാരം കാണുമെന്ന് BJP-യുടെ ചെറുതും വലുതുമായ നേതാക്കൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പ്രസ്താവന ഇറക്കിയിരുന്നു. ആ ഒരു പ്രസ്താവനയുടെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ട് തൃശ്ശൂർ പൂരത്തിലുണ്ടായ വിവാദം അവസാനിപ്പിച്ചിരിക്കുന്നു. അതിന് തൊട്ടുപുറകെ തന്നെ ഈ സുരേഷ് ഗോപിക്ക് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിക്കൊണ്ട്, പുതിയൊരു വകുപ്പ് ചുമത്തിക്കൊണ്ട് ഏത് നിമിഷവും അറസ്റ്റ് ചെയ്യാവുന്ന തരത്തിലേക്ക് കഥ മാറിയിരിക്കുന്നു. പക്ഷേ സുരേഷ് ഗോപി അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന ഒരു ചലനം ചെറുതായിരിക്കില്ല എന്ന് CPM തിരിച്ചറിയുന്നു. കാരണം നിലവിൽ നാളെ സുരേഷ് ഗോപി ആയിരിക്കും മോദിക്കൊപ്പം വേദി പങ്കിടുകയും ഒപ്പം തന്നെ മോദിക്കൊപ്പം ഉണ്ടാവുകയും ചെയ്ത താരം സുരേഷ് ഗോപി തന്നെയായിരിക്കും. ഈ ഒരു അവസരത്തിൽ ജാമ്യമില്ല വകുപ്പ് ചുമത്തിയ ഒരു വ്യക്തി ഈ മോദിക്കൊപ്പം വിലസി നടക്കുന്ന CPM എങ്ങനെ സഹിക്കുമെന്നൊരു ചോദ്യവും ഉയരുന്നുണ്ട്. മറ്റൊന്ന്, കഴിഞ്ഞ ദിവസം ഈ പ്രധാനമന്ത്രിയുടെ വരവിനെ അറിയിച്ചുകൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡുകൾ BJP നഗരത്തിലെമ്പാട് സ്ഥാപിച്ചിരുന്നു. അത് നഗരസഭ നീക്കം ചെയ്തിരുന്നു. തുടർന്ന് അവിടെ എത്തിയ BJP പ്രവർത്തകരുടെ പ്രതിഷേധത്തിനൊടുവിൽ ഈ അഴിച്ചെടുത്ത ഫ്ലെക്സുകൾ അവരെ കൊണ്ട് തന്നെ തിരിച്ചു വെപ്പിക്കാൻ BJP കഴിഞ്ഞു. അതായത് BJP ശക്തമായ ഒരു നീക്കം തൃശ്ശൂരിൽ നടത്തിയപ്പോൾ സത്യത്തിൽ സർക്കാർ വെട്ടിലായി എന്ന് തന്നെ പറയാം. ഒന്ന്, സുരേഷ് ഗോപിയുടെ വിഷയം, അവിടെ ശക്തമായ ഒരു നടപടിക്ക് സർക്കാർ മുതിരുമോ എന്ന് കണ്ടു തന്നെ അറിയേണ്ടതുണ്ട്. കാരണം നാളെ സുരേഷ് ഗോപിയുടേതായ ഒരു ദിവസമെന്ന് പറയേണ്ടി വരും. മറ്റൊന്ന്, ഈ പൂരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സർക്കാർ നിമിഷ നേരം കൊണ്ട് മുട്ടുമടക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇതൊക്കെയാണ് തൃശ്ശൂരിൽ BJP ഈ കുറഞ്ഞ ദിവസം കൊണ്ട് നടപ്പാക്കിയ അല്ലെങ്കിൽ മാറ്റിമറിച്ച സംഭവങ്ങൾ എന്ന് പറയേണ്ടി വരും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.